റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തെ സമർപ്പിച്ചതാണ്. ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം കൊടുക്കുക, എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുക, എല്ലാ ജീവജാലങ്ങൾക്കും താമസം കൊടുക്കുക. അതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകത. ഞാനൊരിക്കൽ ഇറാഖ് സന്ദർശിച്ചു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിൽ മസാർ സിയാറത്തിന് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇപ്പോഴും മൂപ്പര മക്കാമിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ മതിൽ കെട്ടിയിട്ട് ആ മതിലിന്റെ മുകളിലൊക്കെ വലിയ കാല് വെച്ചിട്ട് ആ കാലുമേൽ വെള്ളപാത്രം വെച്ചിട്ടുണ്ട്. അത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അന്ന് വെച്ച് പഠിപ്പിച്ചത്. എന്തിന്? ആകാശത്ത് കൂടെ പറക്കുന്ന പക്ഷിക്ക് ദാഹിച്ചാൽ ആ ദാഹിക്കുന്ന പക്ഷി താഴേക്ക് നോക്കുമ്പോൾ വെള്ളം കാണും. അപ്പൊ ആ പക്ഷിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ഉയരമുള്ള കാലിൽ ഇങ്ങനെ വെള്ളത്തിന്റെ പാത്രം വെച്ചിട്ട് പക്ഷികൾക്ക് വെള്ളം കൊടുക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ പാമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ എല്ലാ ജീവജാലങ്ങളെയും പോറ്റുമായിരുന്നു. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ നമ്മളമ്മാര് നമ്മൾ താമസിക്കണ വീട്ടിലോ പറമ്പിലോ പാമ്പിന്റെ ശല്യം ഉണ്ടായാൽ എന്ത് ചെയ്യും? റിഫായി ശൈഖ് തങ്ങൾക്കൊരു കോയിനെ നിർച്ചാം, പിന്നെ ആ പാമ്പിനെ കാണൂല അവിടെ. അല്ലാഹു റബ്ബി. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടുണ്ടാവും. ഒരു 2 വർഷമായിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് 40 സെന്റ് സ്ഥലത്താണ്. അപ്പോ എന്നോട് ഭാര്യ പറഞ്ഞു, രാവിലെ ഒരു 8 മണിക്ക് 2 പാമ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോകും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഒരു 2 ആളും ഇങ്ങോട്ടും വരും. അപ്പോൾ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, 2 പാമ്പുണ്ട് നമ്മളെ തൊടുവിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ബൈക്ക് പോയിക്കോട്ടെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞാനും എൻ്റെ കുട്ടികളുമാണ് ഇവിടെ കരിയിടുന്നതാണ്. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ, ഓൽക്കതിൻ്റെ ബേജാറുണ്ടാവുക. അപ്പം നോക്കുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു 2 പാമ്പ് ഇങ്ങോട്ടും വരുന്നുണ്ട് പോയി. ഞാൻ പറഞ്ഞു, അതിൻ്റെ ബൈക്ക് പോയിക്കോട്ടെ. അപ്പം അതൊന്നും പറ്റൂല, പേടി. അപ്പം പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, ഉമ്മാനോട് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, എന്ത് ചെയ്യണം? ആ പാമ്പിന് ഒരു കോയിനെ നേർച്ചയാക്കിയാൽ മതി. റിഫായി ശൈഖ് തങ്ങളെ പേരിൽ ഒരു പാമ്പിനെ നേർച്ചയാക്കി, ഒരു കോയിനെ നേർച്ചയാക്കി. ആ കോയിനെ നേർച്ചയാക്കിയതോടുകൂടെ പിന്നെ ആ പാമ്പിനെ നമ്മളെ പറമ്പിൽ കണ്ടിട്ടില്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ജീവികളും ബഹുമാനപ്പെട്ടവരെ പേടിക്കും. ബഹുമാനപ്പെട്ടവർ എന്തുകൊണ്ട്? എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന ആളാണ് റിഫായി ശൈഖ് തങ്ങൾ. എന്നിട്ട് നമ്മളോട് റിഫായി ശൈഖ് തങ്ങൾ പറയുന്നുണ്ട്, എന്താ ഓർമ്മപ്പെടുന്നത്? ഇദാ റഅയ്തൽ ഫഖീറ ഫഅലം അന്നഹു ഹിബത്തും മിനല്ലാഹി ലക് ഫഹ്ഫളിൽ ഹിബത. നിന്റെ വീട്ടിലോ നിന്റെ മുന്നിലോ ഒരു ഫക്കീറായ മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വല്ല സഹായവും തേടിയാൽ നീ അവനെ നിസ്സാരപ്പെടുത്തരുത്, നീ അവനെ അവഗണിക്കരുത്, നീ അവനെ ആക്ഷേപിക്കരുത്, നീ അവനെ വിറപ്പിച്ച് പറഞ്ഞയക്കരുത്. റിഫായി ശൈഖ് തങ്ങൾ പറയാണ്, ഒരു പാവപ്പെട്ടവൻ നിന്നെ സമീപിച്ചാൽ നീ മനസ്സിലാക്കണം, അള്ളാഹു നിനക്കൊരു സന്തോഷം തരുകയാണ്, അള്ളാഹു നിനക്കൊരു സംഭാവന തരുകയാണ്, അള്ളാഹു നിനക്കൊരു സമ്മാനം തരുകയാണ്. ഇദാ റഅയ്തൽ ഫഖീറ, ഒരു ഫക്കീറിനെ നീ കണ്ടുമുട്ടിയാൽ ഫഅലം അന്നഹു ഹിബത്തുൻ ലക മിനല്ലാഹ്, ആ സാധു മനുഷ്യൻ അല്ലാഹു തആല നിനക്ക് തന്നിരിക്കുന്ന ഒരു പാരിതോഷികമാണ്. ഫഹ്ഫളിൽ ഹിബത, നിനക്ക് കിട്ടിയിരിക്കുന്ന ആ സമ്മാനത്തെ നീ ശ്രദ്ധിച്ചോ. നിന്നെ കൊണ്ട് കഴിയുമോ നല്ല സഹായം കൊടുക്ക, ഉള്ളെങ്കിൽ ഉള്ളത് കൊടുക്ക. അല്ലാതെ ഒരു ഫക്കീറിനെ അവഗണിക്കരുത്. ഒരു ഫക്കീറിനെ നീ നമുക്കുണ്ട് വാപ്പാൻ്റെ ഒക്കെ ചങ്ങായിമാരുണ്ടാവും, പഴയ ആൾക്കാർ. വാപ്പ മരിച്ചതിന് ശേഷം മൂപ്പരിങ്ങനെ വീട്ടിൽ വരും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ചങ്ങാഴ്ചകളുണ്ടാവും, പഴയ ആൾക്കാർ. മനസ്സിലായോ? ഇപ്പോഴും അവരെന്താകും, വരും. അപ്പം നമ്മൾ പുതിയ കുട്ടികൾ, ഈ തള്ളക്ക് എന്നും ഇതന്നെ പണി, ഉമ്മാൻ്റെ ചങ്ങാഴ്ചയെന്ന് ചോദിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വരേണ്ട കാര്യം എന്താ? വരികയാണെങ്കിലോ ഉച്ചക്ക് ആ ചോറ് വയ്ക്കണ നേരത്തെ തന്നെ വരുവുള്ളൂ. അല്ലാഹു റബ്ബി, അല്ലാഹു തആല നിന്നെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു ഫക്കീറായ മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, ആരെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ അവരെ അവഗണിക്കരുത്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നമുക്ക് നൽകുന്ന ഉപദേശമാണ്. മാത്രമല്ല റിഫായി ശൈഖ് തങ്ങൾ ഒരു പതിവന്ത വക്കാന ഇദാ റആ ശൈഖൻ കബീറൻ യദ്ഹബു, ഒരു കുറച്ച് അപ്പുറത്ത് ഒരു പ്രായമുള്ള ആൾ നിൽക്കുകയാണ്. പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുന്നാ പിന്നെ എഴുന്നേൽക്കാൻ വയ്യ, എഴുന്നേറ്റാൽ നടക്കാൻ വയ്യ, നടന്നാൽ ഒറ്റയ്ക്ക് പോകാൻ വയ്യ. പ്രായമുള്ള ആളുകൾക്കൊരു സഹായം വേണം, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ബസ്സിലോ മറ്റോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രായമുള്ള ആൾ കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? കഴിയുന്നതും കാണാത്ത മാതിരി ഇരിക്കും, അല്ല? അങ്ങനെ തന്നെയല്ലേ, അല്ലേ? കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യും? കാണാത്ത മാതിരി ഇരിക്കും. പിന്നെ കുടുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു സ്ഥലം ഇങ്ങനെ കൊടുക്കാം, 2 സീറ്റ് 3 ആക്കാൻ പറ്റുമോ, അല്ലേ?
ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രായമുള്ള ആൾ ദൂരെ നിൽക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിലേക്കാണ് ചെല്ലും. വക്കാന ഇദാ റഅ ശൈഖൻ കബീറൻ യദ്ഹബു, അയാളിലേക്ക് അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടും. എന്താണ് ആവശ്യം, എന്താണ് സംഗതി, എന്താ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, എന്താ റിഫായി ഷേഖ് തങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ അക്രമ ദാ ശൈബത്തിൻ, മൻ അക്രമ ദാ ശൈബത്തിൻ, പ്രായമായി തല നരച്ചു, തൊളി ചുക്കിച്ചൊലിഞ്ഞു, അദ്ദേഹത്തിന് നിന്നാൽ ഇരിക്കാൻ വയ്യ, ഇരുന്നാൽ നടക്കാൻ വയ്യ, അങ്ങനത്തെ പ്രായമുള്ള ആളുകളെ നിങ്ങൾ കണ്ടാൽ അവരെ നിങ്ങൾ മൻ അക്രമ ദാ ശൈബത്തിൻ, പ്രായമുള്ള ആളുകളെ ആരാണോ ബഹുമാനിച്ചത്, ആരാണോ സഹായിച്ചത്, ആരാണോ ആദരിച്ചത്, സഖറല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ ശൈബത്തിഹി, ദുനിയാവിൽ തന്നെ നിനക്ക് പ്രായമാകുന്ന സമയത്ത് നിന്നെ സഹായിക്കാൻ അല്ലാഹു തആല മറ്റ് ആളുകളെ കീഴ്പ്പെടുത്തി തരും. അല്ലാഹു റബ്ബി, പ്രിയപ്പെട്ട ഉമ്മമാർ ഓർക്കണം, പ്രിയപ്പെട്ട സഹോദരിമാർ ഓർക്കണം. ചില ഉമ്മാരൊക്കെ ഉണ്ട്, അവനാന്റെ പെൺകുട്ടികളോട് നല്ല സ്നേഹം, മകന്റെ പെണ്ണുങ്ങളോടോ വേറൊരു പെരുമാറ്റം. അങ്ങനെ ഈ വൈക്കൊക്കെ ഉണ്ടോ? ഇല്ലല്ലേ? നല്ല നാട്, അള്ളാഹു ഖൈർ തരട്ടെ. അല്ല, എല്ലായിടത്തും ഒരേ മാതിരിയല്ലല്ലോ. ഞങ്ങളാ വൈക്കൊക്കെ ചില പേരിൽ അങ്ങനെ ഒരു കേസ് കേൾക്കാം. എന്ത്, മകള് വേറി മരുവോള് വേറി അല്ലേ? അതെന്നെ പറയേണ്ട കാര്യമില്ല. പെൺകുട്ടികളും നോക്കണം, ഇതാരാ മോളെ, ഇത് ഉമ്മ, ഇത് അമ്മായിമ്മ, ഇതിനെ കയറ്റം കയറാൻ നിൽക്കേണ്ട കാര്യം. ഇതാരാ മോളെ, ഇത് ഇവിടുത്തമ്മ, ഇത് അവിടുത്തമ്മ, രണ്ടും ഉമ്മയാണ്. ഇത് ഇവിടുത്തമ്മ, ഇത് അവിടുത്തമ്മ, ഇത് ഇവിടുത്തെ വാപ്പ, ഇത് അവിടുത്തെ വാപ്പ. എത്ര സുഖണ്ടത് കേൾക്കാൻ തന്നെ. ഓ ഉമ്മമാരെ, നിങ്ങളെ മോളെ കെട്ടിച്ചയച്ചു, ഓളും ഭർത്താവും എവിടെയാണ്? ഒരു രണ്ടാളും കുവൈത്തിലാണ്. മറ്റേ മോളെ കെട്ടിച്ചയച്ചു, ഒരു രണ്ടാളും എവിടെയാണ്? ഒരു ദുബായിലാണ്. ഇല്ലേ? മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, ആ മോൾ എവിടെയാണ്? ആ മോള് നിങ്ങളപ്പം വീട്ടിലാണ്. അതുകൊണ്ട് ഈ മോളെ നല്ലപോലെ സ്നേഹിച്ചോ, ഈ മോളെ നല്ലപോലെ സംരക്ഷിച്ചോ. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് സംരക്ഷിക്കാനും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും നിങ്ങളെ എല്ലാ ശുശ്രൂഷ ചെയ്യാനും നിങ്ങളെ മോള് കുവൈത്തിലായിരിക്കും, ഈ മോളാണ് കൂടെ ഉണ്ടാവുക. ആരും ആരെയും അവഗണിക്കണ്ട. അതാണ് ബഹുമാനപ്പെട്ടവർ, പ്രായമുള്ളവർ. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീട്ടിലോ നമ്മുടെ വീട്ടിലോ വാപ്പയാവട്ടെ, വല്യപ്പയാവട്ടെ, മറ്റൊരാളാവട്ടെ, ഉമ്മയാവട്ടെ, വല്യമ്മയാവട്ടെ, ഒരു പ്രായമുള്ള ആളെ നമുക്ക് സംരക്ഷിക്കാൻ കിട്ടിയാൽ, പരിപാലിക്കാൻ കിട്ടിയാൽ ഓർക്കണം, ഇത് അള്ളാഹു നമുക്ക് ചെയ്തൊരു സമ്മാനമാണ്. കഴിയുന്നത്ര അവർക്ക് സംഗതി കൊടുക്കുക, ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുക. എന്തേ? നിനക്ക് പ്രായമാകുമ്പോൾ നിന്നെ സഹായിക്കാനും നിനക്ക് വേണ്ടത് ചെയ്തു തരാനും അല്ലാഹു തആല മറ്റാളുകളെ ഏർപ്പാട് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രോ റിഫായി ഷേഖ് തങ്ങൾ പഠിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു വകാന യഖ്റുജു ഇല ത്വരീഖി, ബഹുമാനപ്പെട്ടവർ റോഡരികിൽ പോയിട്ട് നിൽക്കും, റോഡരികിൽ പോയി നിൽക്കും. എന്തേ? പഴയ കാലത്തൊക്കെ ആഴ്ച ചന്ത ഉണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നു ചന്ത, പണ്ടത്തെ കാലത്ത് ചന്തല്ല. ഇപ്പൊ കുട്ടികൾക്ക് ചന്ത പറഞ്ഞാൽ അറിയോ? പണ്ട് ചന്തയിലാണ് എല്ലാ ബിസിനസ്സും നടക്കുക. മുതലാളിമാരും ചന്തയിൽ വരും, സാധുക്കളും ചന്തയിൽ വരും, കച്ചവടക്കാരും വരും, ദല്ലാലിമാരും വരും, ഒക്കെ വരും. എന്താണ്? ചന്തയിലാണ് എല്ലാ സാധനവും കിട്ടുക, കുറച്ച് ആദായത്തിൽ കിട്ടും ചെയ്യും. ഇപ്പൊ പിന്നെ ചന്തന്റെ ആവശ്യമില്ല ഉസ്താദെ. എന്താ സംഗതി? ഇപ്പൊ സൂപ്പർ മാർക്കറ്റിന്റെ മേലെ ഏത് മാർക്കറ്റായി? ഹൈപ്പർ മാർക്കറ്റായി. ഇങ്ങനെ മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണ്, പിന്നെ ഇതിനെ ചന്ത. അപ്പൊ അങ്ങനത്തെ കാലം വന്നപ്പോ പിന്നെ ചന്തയൊക്കെ പോയി. പഴയ കാലത്ത് ചന്തന്റെ ദിവസം റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന റോഡരികിൽ വകാന യഖ്റുജു ഇല ത്വരീഖി, റോഡ് സൈഡിൽ പോയിട്ട് നിൽക്കും. എന്തിനു വേണ്ടി? കണ്ണ് കാണാത്തവർ നടന്നു പോകുന്നുണ്ടോ അവരെ കൈപിടിക്കാൻ, നടക്കാൻ വയ്യാത്തവർ വേച്ച് പോകുന്നുണ്ടോ അവരെ താങ്ങിയെടുക്കാൻ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു റോട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കും. എന്നിട്ടോ യാ റബ്ബ് യാ റബ്ബ്, ബഹുമാനപ്പെട്ടവർ ആ റോഡിൽ ഇങ്ങനെ നിന്നിട്ട് വകാന യഖ്റുജു ഇല ത്വരീഖി, വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കും. എന്നിട്ടോ ഹത്താ ഇദാ ജാഉ യഖുദു ഐദിഹിം, കണ്ണ് കാണാത്തവരോ നടക്കാൻ വയ്യാത്തവരോ ഒക്കെ മൂപ്പര് ഇങ്ങനെ കണ്ടാൽ ഓടി ചെന്നിട്ട് അവരെ കൈപിടിക്കും. ഒരു പ്രാവശ്യം റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഒരു കണ്ണ് കാണാത്ത ആളെ ഒരു കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹത്തെ സഹായിച്ചിങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നടക്കാൻ വയ്യാത്ത ഒരാള് ചന്തിട്ട് നിരങ്ങിയിട്ട് വേച്ച് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ടാണ്? ഞാൻ ചന്തയിൽ. അദ്ദേഹത്തെ വാരിയെടുത്ത് ചുമലിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, സുൽത്താനുൽ ആരിഫീൻ, ഔലിയാക്കളുടെ നേതാവ്, സുൽത്താൻ, ഔലിയാക്കളുടെ സുൽത്താൻ,
ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ മാർക്കറ്റിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കയ്യിൽ കണ്ണ് കാണാത്ത ആളുണ്ട്, ഒരു ചുമലിൽ നടക്കാൻ വയ്യാത്ത ആളുണ്ട്. ഇവരെ രണ്ടാളെയും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ചന്തയിലേക്ക് മാർക്കറ്റിലേക്ക് എത്തുന്നത്. യാ റബ്ബ് യാ റബ്ബ്, ജീവിതകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ അല്ലാഹു നമുക്ക് ഹയാത്ത് കാലത്തിൽ തന്നെ പ്രതിഫലം തരും. ആഖിറത്തിലോ? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരു രോഗം സന്ദർശിക്കാൻ ഒരാളെടുത്ത് പോയി. ആ രോഗിയെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ട്. അവരോട് അലിയാർ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വെറുതെ വന്നതാണോ അതല്ല രോഗം സന്ദർശിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വഅദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമാ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിച്ച ഉദുബത്തൻ, രാവിലെയാണ് സന്ദർശിച്ചതെങ്കിൽ രാവിലെയാണ് ആ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്തായും സിയാ, വൈകുന്നേരമാകുന്നത് വരെ. വൈകുന്നേരത്തെ ഒരു രോഗിയെ കാണാൻ പോയാൽ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും നേരം പുലരുന്നത് വരെ. അത്ര പ്രധാനമാണ് രോഗസന്ദർശനം. രോഗിയെ സന്ദർശിക്കുക, ശുശ്രൂഷിക്കുക, മരിച്ചവരെ പരിപാലിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവരെ കൈപിടിക്കുക. അല്ലാഹു റബ്ബി, പ്രായമായ ആളുകളെ സഹായിക്കുക. പെട്ടെന്നൊരു ഭർത്താവാണ് മരിച്ചു, 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളുടെ ഉമ്മാന്റെ മനസ്സ് കത്തിപ്പുകയുകയാണ്, നീറിപ്പുകയുകയാണ്. ആ അറമ്പിലത്ത് നിന്നാണ് അല്ലേ പടച്ചോനെ, ആ വിധവയായ പെണ്ണ് മഹല്ല് കമ്മിറ്റി ചേർന്നു. ആ വിധവയായ പെണ്ണിന്റെ ഭർത്താവ് മാസത്തിൽ 10,000 രൂപ മദ്രസയിൽ ശമ്പളം കിട്ടിയ ആളാണ്. ഇപ്പോഴോ അയാൾ മരിച്ചു. ഇനിയും 3 കുട്ടികളും ഉമ്മയാണ്. ആര് നോക്കും അവരെ? ആര് സംരക്ഷിക്കും? അപ്പോഴാണ് മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുന്നത്, ഒരു കൊല്ലം ഒരു കൊല്ലം അവർക്കുള്ള ചെലവ് നമുക്ക് നടത്തണം. അപ്പോഴാണ് പ്രവാസികളായ 2 സഹോദരന്മാർ, നമ്മുടെ നാട്ടിലങ്ങനെ ഒരാൾ മരണപ്പെട്ടു. അവിടെ കഴിവുള്ള ആളുകൾ ചുറ്റാൻ പറഞ്ഞു. അപ്പൊ അവരോട്, അല്ലാഹു റബ്ബി, മരിച്ച ആൾക്കാരുണ്ട്, പ്രായമുള്ള ഉമ്മണ്ട്. ആ ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ മാസത്തിൽ 2,000 രൂപ വേണം. കഴിവുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു, ഈ ആ മെഡിക്കൽ ഷോപ്പിൽ 2,000 ഉറുപ്പിക ഏൽപ്പിക്കണം ആ ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ. അദ്ദേഹം അത് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാ മാസവും ആ ഉമ്മ പോയിട്ട് മരുന്ന് വാങ്ങും 2,000 രൂപക്ക്. റേഷാപ്പിൽ ഏൽപ്പിച്ചു അരി കൊടുക്കാൻ. വേറെ ഒരാൾ അപ്പുറത്തെ പലചരക്ക് കടയിൽ ഏൽപ്പിച്ചു സാധനങ്ങൾ കൊടുക്കാൻ. അപ്പൊ അദ്ദേഹം, ആ ചെറുപ്പക്കാരൻ പെട്ടെന്നങ്ങ് മരണപ്പെട്ടു. 3 കുട്ടികളും അവരെ ഉമ്മയും. അൽഹംദുലില്ലാഹ്, അവർക്ക് പലചരക്ക് കടയിൽ സാധനം വാങ്ങാൻ ഒരാൾ ബില്ല് കൊടുക്കും, മെഡിക്കൽ ഷോപ്പിൽ ബില്ല് വേറൊരാൾ കൊടുക്കും, റേഷാപ്പിൽ അരി വേറെ ഒരാൾ കൊടുക്കും. അല്ലാഹു റബ്ബി, നമ്മളൊക്കെ ജീവിതത്തിൽ നന്മകൾ ചെയ്യണം. മഹല്ല് കമ്മിറ്റി, SYS കമ്മിറ്റി, മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പോലത്തെ കമ്മിറ്റികളൊക്കെ എന്ത് ചെയ്യണം? ഇത്തരം കാര്യത്തിന് മുന്നോട്ട് വരണം, ഇത്തരം കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെന്ന മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബാക്കളും ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ അങ്ങനെ ഒരു നിഴല് പോലെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. റസൂലുള്ളാഹി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടപ്പെട്ട ആളുകളാണ്. എന്താണ്? അവർക്ക് ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാത്തത് കൊണ്ട് കിട്ടിയ ഇല പോലത്തതൊക്കെ ചുറ്റിയിട്ട് അതുകൊണ്ട് മറച്ചിട്ടാണ് അവർ റസൂലുള്ളാഹിന്റെ അടുക്ക് വരുന്നത്. മുളർ കബീലക്കാരാണ് അവർ. വളരെ കഷ്ടപ്പെട്ട ആളുകൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. നബി തങ്ങൾക്ക് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഇവർക്ക് വസ്ത്രം കൊടുക്കാൻ സഹായിക്കാൻ ആരുണ്ട്? നബി തങ്ങൾ വഅദ് പറഞ്ഞുകൊണ്ടേയിരുന്നു റസൂലുള്ള. അവസാനം നബി തങ്ങൾ പറഞ്ഞു, ഒരു കാരക്ക കീറുകൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ഒരാളെ കയ്യിൽ ഒരു കാരക്ക ഉള്ളുവെങ്കിൽ പകുതി ഇയാൾക്കും പകുതി നിങ്ങൾക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിലും നിങ്ങൾ കൊടുക്കണം. വഅദ് കേട്ട സ്വഹാബാക്കളൊക്കെ വീട്ടിൽ പോയി. മദീന പള്ളിയുടെ മുൻവശത്ത് ഒരു ഭാഗത്ത് കാരക്കയുടെ കൂമ്പാരം, ഒരു ഭാഗത്ത് വസ്ത്രത്തിന്റെ കൂമ്പാരം. നബി തങ്ങളെ മുഖം പ്രകാശിച്ചു. ആ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്തു, അവർക്കൊക്കെ വസ്ത്രം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മഹല്ല് കമ്മിറ്റിയായി പ്രവർത്തിക്കുമ്പോൾ, നമ്മളൊരു സന്നദ്ധ കമ്മിറ്റിയായി പ്രവർത്തിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ശൈഖുന EK ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെയൊക്കെ ഒരുപാട് കമ്മിറ്റികൾ പല വിഷയത്തിലും പ്രവർത്തിക്കുന്നവരുണ്ട്. നാം ഒക്കെ സ്വന്തമായും ഇങ്ങനെയുള്ള കമ്മിറ്റികളിലൊക്കെ ചേർന്നും
രോഗികളെ സന്ദർശിക്കൊണ്ട് അവർക്ക് സഹായം വേണോ, പാവപ്പെട്ടവരെ സഹായം വേണോ, രോഗത്തിന്റെ ചികിത്സക്ക്, അങ്ങനെ തുടങ്ങി നിയ്യത്ത് നന്നാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ചെറുതല്ല. ഞാൻ മുതലാളിയാണെന്ന് കരുതി കാത്തു നിൽക്കണ്ട. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാം ലോകത്തിന്റെ 2ാം ഖലീഫയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പാതിരാക്ക് കരച്ചിൽ കേട്ടു. ചെന്ന് നോക്കുമ്പോൾ ആരാണ്? പ്രസവ വേദന കെട്ടിക്കിടക്കുന്ന സ്ത്രീയാണ്. വേഗം വീട്ടിലേക്ക് ഓടി ഭാര്യ ഉമ്മു കുൽസൂമിനെ വിളിച്ചു. ആ സ്ത്രീയുടെ പ്രസവ ശുശ്രൂഷ എടുക്കുന്നത് ആരാണ്? ഉമർ ഖത്താബ് തങ്ങളുടെ ഭാര്യയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഏത് മഹാന്മാരെ നോക്കിയാലും അവരൊക്കെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്ന നല്ല പാന്താവ്. നമ്മൾ ഈ അനുസ്മരണമൊക്കെ നടത്തുന്നത് എന്തിനാ? അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അത്തരം നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഉമ്മമാരോടും സഹോദരിമാരോടും ഒക്കെ ഇന്ന് നമ്മൾ വേറെ ഒരാൾക്ക് സഹായം നമ്മൾ ഓർക്കണം. പടച്ചോനെ, ഇത് എനിക്കാണെങ്കിലോ, അല്ലേ? നമ്മളിങ്ങനെ റോട്ടിൽ വണ്ടി ഇങ്ങനെ പോണ സമയത്ത് കാണാം ഒരു നല്ലൊരു 2-3 ഹമ്പ് ഉണ്ടെങ്കിൽ അവിടെ കാണാം ഒരു ബക്കറ്റുമ്പോൾ തലി ഒട്ടിച്ചിട്ട് കിഡ്നി മാറ്റി വെക്കലാണ്, ഹാർട്ട് മാറ്റി വെക്കലാണ്, അല്ലേ? അല്ലാഹു റബ്ബി, പടച്ചോനെ, അത്തരം വലിയ പരീക്ഷണങ്ങൾ ഞങ്ങൾക്കൊന്നും തരല്ലേ അല്ലാ. നമ്മളെപ്പോഴും എന്തു വേണം? അർഹതപ്പെട്ട ആളുകളെ സഹായിക്കാൻ കഴിയുന്നത് ചെയ്യണം. ഇല്ലെങ്കിൽ ആരെയും അവഗണിക്കാതിരിക്കണം. അതൊരു വലിയ സംഗതിയാണ്. ഒരു സഹായം ചോദിക്കുന്ന ആളെ സഹായം കേട്ടില്ല എന്ന് വെക്കുക, കണ്ടില്ല എന്ന് വെക്കുക, അറിഞ്ഞില്ല എന്ന് വെക്കുക, അതല്ല. 100 കൊടുക്കാൻ കഴിയുള്ളൂ, ബിസ്മില്ല. 1000 കൊടുക്കാൻ കഴിയുമോ, ബിസ്മില്ല. പഴയമക്കാർ പറയും, കഞ്ഞിയില്ലെങ്കിൽ കഞ്ഞിക്കൊത്ത വാക്ക് പറയണം. ഇപ്പൊ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും ഒക്കെ സ്വന്തം മാതാപിതാക്കളെ പോലും വൃദ്ധസദനങ്ങളിൽ അയക്കുന്ന വാർത്തകളൊക്കെ കേൾക്കാൻ. ഓ പ്രിയപ്പെട്ടവരെ, ഒരു കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. മാതാവും പിതാവും ചേർന്ന് വൃദ്ധസദനത്തിൽ പോയി. അപ്പൊ അവിടെ പോയി ബുക്ക് ചെയ്ത് പോരുമ്പോ പേരക്കുട്ടിയും കൂടെ പോയിരുന്നു. അപ്പൊ അവിടെ പോയി പ്രായമുള്ള വാപ്പാക്കും ഉമ്മാക്കും ഉള്ള മാതാപിതാക്കൾക്കുള്ള പേരൊക്കെ ബുക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് വൃദ്ധസദനത്തിൽ സീറ്റ് ഉറപ്പിച്ചു പോന്ന് വൃദ്ധസദനത്തിൻ്റെ ഗേറ്റിങ്ങൊക്കെ എത്തിയപ്പോൾ കൈ പിടിച്ച് നിൽക്കണ ചെറിയ കുട്ടി, ഡാഡി ഞാൻ ഇപ്പോൾ വരാറുണ്ട്, അങ്ങോട്ട് തന്നെ ഓടിച്ചെന്നിട്ട് ആ കുട്ടി പറഞ്ഞു 2 സീറ്റും കൂടി ബുക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ, അടുത്ത വർഷത്തിന്. ആ ബുക്ക് ചെയ്ത് കാണും ഓനോട് ഗേറ്റിങ് എത്തിയപ്പോൾ വാപ്പ ചോദിച്ചു, ഇജെന്തിനാ അങ്ങോട്ട് പോയി ചോദിച്ചു. അല്ല, നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും ബുക്ക് ചെയ്ത് വെച്ചത്, നിങ്ങൾക്ക് 2ആൾക്കും ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓർമ്മിക്കണത് നല്ലതാണ്. നമ്മളൊക്കെ എവിടേക്ക് തന്നെയാണ് നടക്കുന്നത്? ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് പോണത്, അല്ലേ? അല്ലാഹു റബ്ബി, ഹോസ്പിറ്റൽ വരാന്തയിൽ ആര് കാത്തു നിൽക്കുകയാണ്? ഒരു ഉമ്മയും 2 മക്കളും, ഒരു ഉമ്മയും ബാപ്പയും, പ്രായമുള്ള ഉമ്മയും ബാപ്പയും, ഒരു 2 ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു പ്രായമുള്ള ഉമ്മയും ബാപ്പയും വരുന്നത്. ഒരു 2 വന്ന് നോക്കുമ്പോൾ എന്താണുള്ളത്? അവരെ കൂടെ ഒരു മോനുണ്ട്. ഒരു കാലിങ്ങനെ ഒരു വികലാംഗനായ കുട്ടിയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒപ്പം ഇരുന്ന് നോക്കുമ്പം ഈ ഉമ്മാനെ, ഈ കാലുകൊണ്ട് വയ്യാത്ത ഈ കുട്ടി ഉമ്മാനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്, ഡോക്ടറെ കാണിക്കുന്നുണ്ട്, മരുന്ന് വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ പരിചയപ്പെട്ടു ഇവർ 2 വയസ്സായ കുടുംബക്കളപ്പുറം. അപ്പോൾ ഒരു പരിചയപ്പെട്ടു, നിങ്ങളെവിടെ? നിങ്ങൾ ഇന്ന സ്ഥലത്ത്. മക്കളൊന്നുമില്ല, എൻ്റെ ഒറ്റക്കായി. ഞങ്ങൾക്ക് 3 ആൺകുട്ടികളാണ്. ഒരാൾ ഖത്തറിൽ, ഒരാൾ കുവൈത്തിൽ, ഒരാൾ സൗദിയിൽ. ഓലൊക്കെ അവിടെയാണ്, പൈസ ഒക്കെ അയച്ചു തരും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ നോക്കാപ്പോൾ ആരുമില്ല. പൈസ ഒക്കെ ബാങ്കിലും അക്കൗണ്ടിലൊക്കെ ആവശ്യം. പക്ഷേ ഒരു ഓട്ടോറിക്ഷക്കാരൻ കുട്ടിയുണ്ട്, ഓൻ്റെപ്പാണ് വരല്. ഇപ്പോൾ ഓട്ടോറിക്ഷ ഇവിടെ കൊണ്ടുവന്നിറക്കി പോയിക്കണം, ഞാൻ വരുമ്പം വേണം നാട്ടിലേക്ക് പോകാൻ. അപ്പം നിങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇമ്പനുണ്ട്, ഉമ്മാനിങ്ങനെ ഇരുത്തിയിട്ട് ഒരു കുട്ടി, കാലുകൊണ്ട് ചാത്തൊരു കുട്ടി ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോകണം, ഡോക്ടറെ എടുത്ത് ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പിന്നെ വാപ്പാനെയും കൊണ്ടുപോകണം.
അപ്പം ഇതാരാന്ന് ചോദിച്ചു. ഞങ്ങൾക്കും 3 കുട്ടികളാണ്, 2 കുവൈത്തിലും അബുദാബിയിലും ഒക്കെയാണ്, ഇവനാണിപ്പോൾ ഞങ്ങളൊപ്പം ഉള്ളത്. അപ്പോഴാണ് മറ്റൊരു 2 അമ്മമാരും അപ്പം നമ്മളൊരു കുട്ടിയെങ്കിലും ഇങ്ങനെ അയക്കണമെങ്കിൽ ഓൻ നമ്മളൊപ്പം ഉണ്ടായിരുന്നില്ലേ എന്നെങ്കിൽ ഒരു കുട്ടിയെങ്കിലും നമ്മളതും ഇങ്ങനെ കാലുകൊണ്ട് വെച്ചാത്തുണ്ടെങ്കിലേ നമ്മളെ നോക്കാൻ ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിന്ന് പറഞ്ഞത് പോലെ അതാണ്. ഞമ്മക്കൊക്കെ ഒരു തളർച്ച വരും. ആ സമയത്തെക്കുറിച്ചും കൂടി ഓർമ്മ വേണം. മറ്റൊരു പാവപ്പെട്ടവനെ കാണുമ്പോൾ, മറ്റൊരു കണ്ണ് കാണാത്തവനെ കാണുമ്പോൾ, മറ്റൊരു പ്രാഗ്യമുള്ളവരെ കാണുമ്പോൾ, മറ്റൊരു ദുഃഖം അനുഭവിക്കുന്നവനെ കാണുമ്പോൾ കണ്ടില്ല എന്ന് വെക്കലല്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നായയെ പോലും കണ്ടില്ല എന്ന് വെച്ചിട്ടില്ല. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയാലോ, നായയെ ചികിത്സിച്ച ആ കഥ ശരിക്കും ഓർമ്മപ്പെടുത്തിയാൽ കാണാം. നായ ഇങ്ങനെ കരയാണ്, വേദന സഹിച്ചിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഒരു മിളല്ലത്ത് പോലെ ഒരു പാത്രം ഒരു താമസം ഉണ്ടാക്കി. അങ്ങനെ അടിവിശാലമായതും മുകളിങ്ങനെ കുടിസായതും ഇങ്ങനെ ഒരു ചെറിയ പന്തലുണ്ടാക്കിയിട്ട് നായയെ അതിൽ കടത്തി റിഫായി ശൈഖ് തങ്ങൾ മല കയറിയിട്ട് പറിമരുന്ന് പരിച്ചുണ്ടാക്കി. എന്നിട്ട് ആ പറിമരുന്ന് കൊണ്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് ഒരു തൂവലെടുത്തിട്ട് ആ പട്ടിക്ക് ഇങ്ങനെ പുരട്ടിക്കൊടുത്തു. 40 ദിവസത്തെ ചികിത്സ ആ പട്ടിക്ക് കൊടുത്തപ്പോഴാണ് റിഫായി ശൈഖ് തങ്ങളോട് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങളൊരു പട്ടിക്ക് വേണ്ടി ഇത്ര സമയം കളയണോ? അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, പട്ടി അള്ളാഹിന്റെ സൃഷ്ടിയാണ്, നമ്മളും അള്ളാഹിന്റെ സൃഷ്ടിയാണ്. പക്ഷേ പട്ടിക്ക് ചികിത്സ അറിയില്ല, പട്ടിക്ക് മരുന്നറിയില്ല, പട്ടിക്ക് രോഗം അള്ളാഹു തല കൊടുത്തതാണ്. ഈ ജീവി നാളെ ആഖിറത്തിൽ വരുമ്പോൾ അള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട്, പടച്ചോനെ, ഞാൻ അഹമ്മദുൽ കബീർ റിഫായിയോട് സുഖമില്ലാതെ കടന്നിട്ട് ഒരു നേരത്തെ ദാഹജലത്തിന് വേണ്ടി, ഒരു നേരത്തെ മരുന്നിന് വേണ്ടി ഞാൻ കരഞ്ഞപ്പോൾ റിഫായി ശൈഖ് എനിക്ക് മരുന്ന് വാങ്ങി തന്നിട്ടില്ല എന്ന് എന്നെപ്പറ്റി ഈ പട്ടി അള്ളാഹിനോട് കേസ് പറഞ്ഞെങ്കിലോ. അതുകൊണ്ടാണ് ഞാനിതിന് നോക്കുന്നത്. മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മളെ മനസ്സിന് നന്മയിലേക്കൊരു പരിവർത്തനം വരണം. പടച്ചോനെ, എനിക്കും മരിച്ചു പോണല്ലോ. അങ്ങനെയുള്ള ആളുകൾ, റിഫായി ശൈഖ് തങ്ങളെപ്പോലുള്ള ആളുകൾ മരണപ്പെട്ടാൽ മലായിക്കത്ത് ഇങ്ങനെ കാത്തു നിൽക്കല്ലേ അവരെ സ്വീകരിക്കാൻ? മലായിക്കത്ത് കാത്തു നിൽക്കല്ലേ? കോഴിമുട്ടക്കുള്ളിൽ കുഞ്ഞെങ്ങനെ വളർന്നോ, ഉമ്മയുടെ ഗർഭാശയത്ത് നമ്മളെങ്ങനെ വളർന്നോ, അതാണ് റസൂലുള്ളാഹി തങ്ങൾ ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, നിങ്ങളുടെ ഖബർ ഒരു സ്വർഗ പൂങ്കാവനമായിരിക്കും. ഉമ്മയുടെ ഗർഭാശയം നമുക്കൊരു മിനി സ്വർഗമായതുപോലെ ഖബറും ഒരു മിനി സ്വർഗമായിരിക്കും. ആ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അതിനാണ് അനുസ്മരണം വെക്കുന്നത്, അതിനാണ് നമ്മളിതൊക്കെ അനുസ്മരിക്കുന്നത്. മഹാന്മാർ ചെയ്തു കാണിച്ചതുപോലെ. അല്ലാഹു റബ്ബി. നമ്മുടെ നാട്ടിലെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ മർക്കസിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഉസ്താദ് വഫാത്തായി. 52 കൊല്ലം ബഹുമാനപ്പെട്ടവർ മുദരിസാണ്, 16 കൊല്ലം ദർസിലും ബാക്കി വർഷങ്ങൾ ഇവിടെ മർക്കസിലും. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ 15,000-ലധികം വരുന്ന സഖാഫി പണ്ഡിതന്മാർ, ദർസ് നടത്തിക്കൊണ്ടുള്ള സമയത്ത് 100-ലധികം പണ്ഡിതന്മാർ. നിങ്ങൾ ഓർത്തു നോക്കി, നമ്മൾ ഒരു ഉസ്താദ് നാളെ ക്ലാരി ബാബ മുസ്ലിയാർ വഫാത്തായി. അയാൾ ഒറ്റ സ്ഥലത്ത് 55 കൊല്ലം മദ്രസയിൽ പഠിപ്പിച്ച ആളാണ്. ഒറ്റ സ്ഥലത്ത് 55 കൊല്ലം. അപ്പൊ ആ നാട്ടില് 60 വയസ്സ് മുതൽക്ക് ഇങ്ങോട്ട് താഴേക്കുള്ള എല്ലാ ആണും പെണ്ണും വജ്ജത്ത് ഓതുന്നുണ്ടോ? അതാര് പഠിപ്പിച്ചതാ? ഈ മൗലവി പഠിപ്പിച്ചതാണ്. ഫാത്തിഹ ഓതുന്നുണ്ടോ? അതാര് പഠിപ്പിച്ചതാ? അല്ലാഹു റബ്ബി. ഒരു നിയ്യത്ത് അടക്കം, ഒരു കുനൂത്ത് അടക്കം ഒക്കെ ആ ഉസ്താദ് പഠിപ്പിച്ചതാ. ഞമ്മക്കൊന്നും പഠിപ്പിച്ച ഉസ്താദിനെ മറക്കാൻ കഴിയുമോ? ഞമ്മക്ക് അല്ലാഹു അക്ബർ എവിടുന്നേ ഒരു ഉസ്താദിന്റെ അടുത്ത് കിട്ടിയതാ, ഫാത്തിഹ ഒരു ഉസ്താദിന്റെ അടുത്ത് കിട്ടിയതാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ ഉസ്താദന്മാരൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യണത് എന്ത് വിചാരിച്ചിട്ടാണ്? വലിയ ശമ്പളം അപ്പുറത്ത് കിട്ടും കരുതിയിട്ടാണ്. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. അപ്പം നമ്മളെ നാട്ടിൽ ഓരോന്നും പഠിപ്പിക്കാൻ എന്ത് വേണം? ആലിമീങ്ങൾ വേണം. ഇന്നത്തെ മുതഅല്ലിമീങ്ങൾ വളർന്നിപ്പോൾ ഈ ഓതി പഠിക്കണ കുട്ടികളാ. ഈ കുട്ടികളൊക്കെ വളർന്നു വന്നിട്ട് അവരൊക്കെ മുദരിസ്മാരാകും, അവരൊക്കെ ഖതീബാകും, അവരൊക്കെ മുഅല്ലിമാകും. നിയ്യത്ത് ചെയ്തിങ്ങാണ്ട് കുളിക്കേണ്ടത് അങ്ങനെ തന്നെ കുളിക്കണ്ടേ അല്ലേ? അല്ലാതെ ഇപ്പോൾ കുളത്തിൻ്റെ അടുത്ത് പോയി നിങ്ങാണ്ട് ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ പറഞ്ഞാൽ ജനാപത്തും അശുദ്ധിയൊന്നും ഉയരുമല്ലോ. ഈ മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമല്ലല്ലോ. അതിൻ്റെ നിയ്യത്ത് തന്നെ വേണ്ടേ? പണ്ടൊരു പെണ്ണുങ്ങൾ കുളിച്ചാൽ പോയി ഇങ്ങാണ്ട് ഫാത്തിമ ബീബി കുളിച്ച കുളി ഞാനും കുളിക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ട് എന്തായാലും അതിന് കുളിൻ്റെ നിയ്യത്ത് തന്നെ ചെയ്യണ്ടേ? അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ആര് വേണം? കുട്ടികൾ വേണം. ഇവിടെ ഇപ്പോൾ ദഅ്വ കോളേജ് അൽഹംദുലില്ലാഹ് എത്ര ഉസ്താദന്മാർ? 3 ആളോ 5 ഉസ്താദന്മാർ. ഇപ്പോഴത്തെ ദഅ്വ കോളേജുകളൊക്കെ എങ്ങനെയാ നിങ്ങൾ? നമ്മളൊക്കെ സ്ഥാപനങ്ങൾ 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കുകയാണ്.
നമ്മുടെ കുട്ടികൾക്ക് 8ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി റെഗുലറായിട്ട് ക്ലാസ് കൊടുക്കും. 8, 9, 10, +1, +2. അതേപോലെ തന്നെ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് PG കഴിഞ്ഞ ശേഷം ഈ കുട്ടിക്ക് തന്നെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഏതിനെടുക്കാമോ, അവർക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റി പോകണോ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോകണോ, അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി പോകണോ, അതിനൊക്കെ സൗകര്യം. അപ്പോൾ പുതിയ വർത്തമാനകാലത്ത് വളർന്നു വരുന്ന പുതിയ തലമുറ, ആ പുതിയ തലമുറയോട് സംസാരിക്കാൻ പറ്റാവുന്ന കഴിവും കെൽപ്പുമുള്ള പണ്ഡിതന്മാരെ വാർത്തവിടുന്ന കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ഒന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ. നാട്ടുകാരെ, ഉമ്മപങ്ങന്മാരെ, നിങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം, സഹായിക്കണം, കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മളെ വീടുകളിൽ ഇങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ പരിസരത്ത് ഇപ്പോൾ ഒരു 100 വീടുണ്ടെന്ന് വെച്ചോളി. ആ വീട്ടുകാർ വിചാരിച്ചാൽ ഈ കുട്ടിയൊക്കെ അസറിൻ്റെ ചായക്ക് കടി ഉണ്ടാക്കേണ്ടി വരില്ല. ആണോ? എത്ര കുട്ടികളുണ്ട് ഉസ്താദ്? 50 കുട്ടികളും 5 ഉസ്താദന്മാരും. അപ്പം നമ്മൾ വീട്ടിൽ നെയ്യപ്പം ചുടുമ്പം ഒരു 60 എണ്ണം ചൂടുക. എന്തിന്? ഒരു 60 നെയ്യപ്പം ഈ സ്ഥാപനത്തിൽ കൊടുത്തേക്കാം. എന്നാൽ കട്ടൻ ചായ വരുണ്ടായിക്കോളും, നെയ്യപ്പം കളഞ്ഞു പോയി. അപ്പം 50 എണ്ണം പോരെ, ഉസ്താദ്മാർക്ക് 2 എണ്ണം നിന്നോട്ടെ. എങ്ങനെയല്ലേ എൻ്റെ കണക്കില്ലേ? മുത്തല്ലിമീങ്ങൾ കുല്ലിലും കോമാങ്ങ, ഉസ്താദ്മാർക്ക് 2 നാടൻ മാങ്ങ, ചെത്തിക്കൊടുത്താൽ കൂലിയുണ്ട് തമാമ. അത് പണ്ടേയുള്ള റിവായത്തിലുള്ളതാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ സ്ത്രീകൾ എന്താ ഒരു പരിന്ന് പ്രസവത്തിന് കൂട്ടാൻ പോവുക, മറ്റേ പരിന്ന് പള്ള കാണാൻ പോവുക, മറ്റേ പ്രസവത്തിന് കുട്ടീനെ കാണാൻ വരിക. ഇതിനൊക്കെ എന്തുണ്ടാകും? നെയ്യപ്പം അല്ലെങ്കിൽ പിന്നെ ഏതപ്പം ഉണ്ടാവും? ഉണ്ണിയപ്പം ഉണ്ടാവും അല്ലേ? അത് പഴയ ഉമ്മാര് പേരിട്ടതാണ് ഉണ്ണിയപ്പൻ. എന്താണെന്ന് വെച്ചാൽ ഉമ്മ നെയ്യപ്പം ചൂടിനെ കണ്ടുങ്ങാണ്ട് മകൾ ചുട്ടു നോക്കി. അപ്പം നോക്കുമ്പോൾ പറ്റ ചെറുതായി. അപ്പം അമ്മ കുറ്റം പറയാതെ അതിനൊരു പേരിട്ട് എൻ്റെത് ഉണ്ണിയപ്പാണ് കാരണം. അങ്ങനെയാണ് ആ പേര് വന്നത്. അത് കണ്ടുങ്ങാണ്ട് മരുവോളൊന്നും ഉണ്ടാക്കി നോക്കി, നോക്കുമ്പോൾ അത് അപ്പം തന്നെ ആയില്ല. അപ്പോൾ പറഞ്ഞാൽ എൻ്റെത് കുഞ്ഞപ്പാണ്. അപ്പം പഴയ കാലത്തെ അമ്മമാരൊക്കെ മനഃശാസ്ത്രപരമായിട്ടാണ് മക്കളെയും മരുക്കളെയൊക്കെ പോറ്റുക. എൻ്റെ അമ്മാക്കും പാപ്പാക്കും ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ വീട്ടിൽ സെൻട്രൽ ഫോർവേഡാണ്. താഴ്ന്ന് മേലക്കണ്ണിയാലും 5ാമത്തെ ആളാണ്, അവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാലും 5ാമത്തെ ആളാണ്. അപ്പം എൻ്റെ പെണ്ണുങ്ങൾ ഉമ്മാക്ക് സുഖമില്ലാതെ ആയപ്പോൾ ഓള് ഭയങ്കര സംരക്ഷണം ഉമ്മാനെ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ എനിക്ക് ഉമ്മാനോട് ഇത്ര ഇതെന്ന് ചോദിച്ചു. ഉമ്മ എന്നോട് എപ്പോഴും സ്വകാര്യം പറയും, എൻ്റെ മരുക്കളെ കൂട്ടത്തിൽ എന്നോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നോക്കുമ്പോൾ ഉമ്മ അത് എല്ലാ മരുക്കളോടും പറഞ്ഞേക്കണേ, ഇവളോട് പറഞ്ഞതേ ഓളറിയുള്ളൂ. അതാണ് പണ്ടത്തെ അമ്മമാർ. എല്ലാ മരുക്കളെയും കൂട്ടിപ്പിടിച്ച് മക്കളെയും മരുക്കളെയൊക്കെ ഒരുമിച്ച് അന്നത്തെ അമ്മമാരാണ്. അല്ലാ, ആ അമ്മമാർക്കൊക്കെ നീ ഖബറ് സ്വർഗ്ഗമായി കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, പടച്ചോനെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. അപ്പം നമ്മൾ ഓർമ്മിക്കണം, നമ്മളൊക്കെ അമ്മമാരും ബാപ്പാരും ഒക്കെ ആയ ആൾക്കാർ പഴയ കാലം. നമ്മളെ ബുറൈമിയാണ്. അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഇവിടെ അടുത്തല്ലേ വീട്? ഞാൻ ബെന്നിൻ്റെ മുമ്പ് വരേണ്ട ആളാണ്. അള്ളാഹു ഖൈറ് തരട്ടെ. ഇവരൊക്കെ ഗൾഫിൽ നല്ല കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ്. ഒമാൻ്റെ ഒരു പ്രത്യേക പ്രവിശ്യയാണ് ഇത് ബുറൈമി. അവിടുന്ന് കൂക്കിയാൽ കേൾക്കും എവിടേക്ക്? അല്ലൈനിലേക്ക് നിന്ന് വാങ്ങി കൊടുത്താൽ കേൾക്കും കേട്ട്. മനസ്സിലായില്ലേ? അവിടെ നല്ല സേവനം ചെയ്തിരുന്ന ആളാണ് ആചാര്യ. അള്ളാഹു ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്.